نور على نور. السادس من استهزأ بشيء من دين الله أو ثوابه أو عقابه كفر، والدليل قوله تعالى قل أبالله وآياته ورسوله كنتم تستهزئون لا تعتذروا قد كفرتم بعد إيمانكم. ആറാമതായി ഷെയ്ഖ് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറയുന്നത് മൻ ഇസ്തഹ്സഅ ബിശൈഇൻ മിൻ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട വല്ലതിനെയും ആരെങ്കിലും കളിയാക്കിയാൽ, ഔ സവാബിഹി ഔ ഇഖാബി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിലെ ഏതെങ്കിലും പ്രതിഫലത്തെയോ അല്ലെങ്കിൽ ശിക്ഷയെയോ ആരെങ്കിലും കളിയാക്കിയാൽ, ഇസ്തഹ്സഅ കളിയാക്കുക, അവൻ കാഫിറാണ്. ദീനിലെ ഒരു കാര്യത്തെയും കളിയാക്കാൻ പാടില്ല. ഇസ്തിഹ്സാ അത് മുനാഫിക്കളുടെ അടയാളമാണ്. ദീനിനെ കളിയാക്കുക, ദീനുള്ള കാര്യങ്ങളെ കളിയാക്കുക, കൊച്ചായി കാണുക. എന്താണ് ദലീല്? തെളിവെന്താണ് കളിയാക്കൽ കുഫ്രാണെന്നുള്ളത്? കുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഖദ് കഫർതും ബഅദ ഈമാനിക്കും. തബൂക്ക് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. ആ കൂട്ടത്തിൽ കുറച്ച് മുസ്ലിങ്ങളായവർ കൂടി ഇരുന്നിട്ട് തമാശ പറയാണ്. അവര് യാത്രാക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് തമാശകളും വർത്തമാനങ്ങളും പറയാണ്. ആ പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു, നമ്മുടെ ഈ ഓത്തുകാരുണ്ടല്ല, ഖുർആൻ ഓതി നടക്കുന്ന ആൾക്കാർ, ആര്? റസൂലും സഹാബാക്കളും. സുബ്ഹാനല്ലാഹ്, റസൂലും സഹാബാക്കൾ കളിയാക്കിയാണ്. ആ റസൂലും സഹാബാക്കളും ഖുർആൻ ഓതുന്നവർ നിസ്കരിക്കുന്നവരൊക്കെയാണ്. അപ്പൊ കളിയാക്കാണ് മിസ്ല ഖുർആന ആഹുലായി, ഈ ഖുർആൻ ഓതി നടക്കുന്ന ആൾക്കാരെ പോലത്തെ ഒരാൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. എന്തായിട്ട്? 3 വിശേഷണങ്ങൾ പറഞ്ഞു. അർഗബ ബുതൂനൻ, വെറും തീറ്റക്കൊതിയന്മാരാണ് അവർ, വയറ് നടക്കുന്ന ചിന്തയേ ഉള്ളൂ. വല അക്ദബ അൽസുനൻ, വെറും കളവേ പറയും വർത്താനം പറഞ്ഞാൽ. വല അജ്ബന ഇൻദല്ലിക, യുദ്ധമുഖത്തെത്തിക്കഴിഞ്ഞാൽ ശത്രുക്കളെ കണ്ടാൽ പേടിച്ചോടുന്ന പേടിത്തൊണ്ടന്മാരാണ്. ഈ 3 ഗുണങ്ങളുള്ള ഇവരെ പോലത്തെ വേറെ നമ്മൾ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സഹാബാക്കളെ കളിയാക്കിക്കൊണ്ട് മുസ്ലിങ്ങളായവർ തബൂക്ക് യുദ്ധവേളയിൽ യാത്രാ മധ്യയെ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നെടുത്തെന്ന് പറഞ്ഞതാണ്. ഇതൊരു സഹാബി കേട്ടു. ഉടൻ തന്നെ സഹാബി പറഞ്ഞു, നീ മുനാഫിക്കാണ്. ഞാൻ ഇത് റസൂലുള്ളാഹിയോട് പറയും. എന്നിട്ടും ഒരു മരച്ചുവട്ടിൽ നിന്നും റസൂലുള്ളാഹി വിശ്രമിക്കുന്ന മരച്ചുവട്ടിലേക്ക് ആ സഹാബി ഓടി വരുന്നതിന് മുമ്പ് ഏഴാകാശത്തിന്റെ മുകളിൽ നിന്നും ജിബ്രീൽ ആയത്തുമായിട്ട് ഇറങ്ങി. ആ സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ റസൂലിന്റെ അടുക്കൽ എത്തിയിട്ട് ഈ ആയത്തിറങ്ങി. അവരോട് ചോദിച്ചാൽ അവർ പറയും, കുന്നാ നഖൂദു വനൽഅബ്, നമ്മൾ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്, യാത്രയിൽ രസം കിട്ടാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയും. നബിയെ ചോദിക്കേ, കുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹിനെ കൊണ്ടും അള്ളാഹിന്റെ ആയാത്തുകളെ കൊണ്ടും അള്ളാഹിന്റെ റസൂലിനെയും കൊണ്ടുമാണോ നിങ്ങൾ തമാശ കളിക്കുന്നത്? ലാ തഅതദിറു, നിങ്ങൾ കാരണം പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാനിന് ശേഷം കാഫിറായിരിക്കുന്നു, ഈമാനിന് ശേഷം കാഫിറായിരിക്കുന്നു. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അള്ളാഹിന്റെ ഈ പ്രയോഗത്തിൽ മനസ്സിലാകാം, ഇവർ മുഅ്മിനീങ്ങളായിരുന്നു, പിന്നെയാണ് കാഫിറായത്. കാഫിറായ ആൾക്കാരാണെങ്കിൽ പിന്നെ ഖദ് കഫർതും ബഅദ ഈമാനിക്കും പറയേണ്ട ആവശ്യമില്ല. മുഅ്മിനീങ്ങളാണ് കാഫിറായത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സഹാബാക്കളെയും കളിയാക്കിയത് കൊണ്ട്. ദീനിൽപ്പെട്ട ഒരു കാര്യത്തെയും കളിയാക്കാൻ പാടില്ല. കളിയാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കളിയാക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല. അള്ളാഹു പറഞ്ഞതാണത്. കളിയാക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല. ഫലാ തഖഉദു മഅഹും വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂദു ഫി ഹദീസിൻ ഗൈരി ഇന്നകും ഇദൻ മിസ്ലുഹും. അള്ളാഹുവിന്റെ ആയാത്തുകൾ കളവാക്കപ്പെടുന്നതായോ കളിയാക്കപ്പെടുന്നതായോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത് എന്ന് അള്ളാഹു വേദഗ്രന്ഥത്തിൽ വഹി ഇറക്കിയിട്ടുണ്ട്. അവർ ദുന്യവിയായ മറ്റേതെങ്കിലും വിഷയത്തിൽ വ്യാപൃതരാകുന്നത് വരെ ഈ വിഷയത്തിൽ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നാൽ ഇന്നക്കും ഇദൻ മിസ്ലുഹും, നിങ്ങളും അവരെ പോലെ കാഫിറുകളാണ്. ഇന്നക്കും ഇദൻ മിസ്ലുഹും, നിങ്ങളും അവരെ പോലെ തന്നെയാണ്. അങ്ങനെ ധാരാളം ആയത്തുകൾ കാണാം. ഖുർആനിക ആയാത്തുകളെ കളിയാക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ പ്രവാചകരെ അവരുടെ കൂടെ താങ്കൾ ഇരിക്കരുത്, അവരിൽ നിന്നും
താങ്കൾ അവരെ കളിയാക്കിയത് കണ്ടാൽ ഫൈദാ റഅയ്തല്ലദീന യഖൂലൂന ബിആയാതിനാ ഫഅരിദ് അൻഹും. നമ്മുടെ ആയാത്തുകളെ കൊണ്ട് കളിതമാശയാക്കുന്നവരെ താങ്കൾ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് വിട്ടുപോകണം, അവരെ കൂടെ ഇരിക്കാൻ പാടില്ല. ഇനി അറിയാണ്ട് ഇരുന്നു പോയാൽ ശൈത്താൻ മറപ്പിച്ചിട്ട് ഇരുന്നാൽ ഓർമ്മ വന്ന ഉടനെ തന്നെ എണിഞ്ഞിട്ട് പോകണം, അവരെ കൂടെ ഇരിക്കാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ പറഞ്ഞതാണ്. ദീനിന്റെ ഒരു വിഷയവും കളിയാക്കാൻ പാടില്ല. ഇമാമികൾ പറയാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടും കളിച്ചോ, ദീൻ കൊണ്ട് കളിക്കരുത്. ചെറിയ വിഷയമാണെങ്കിലും ശരി, ചില കളിയാൻ തമാശ, അവൻ്റെ ഒരു ആയത്ത്, അവൻ്റെ ഒരു ഹദീസ്. ഉലമാക്കളെ കളിയാക്കൽ ഇതിൽപ്പെട്ടതാണ്. ഉലമാക്കളെ ഇൽമിന്റെ പേരിലാണ് കളിയാക്കുന്നത് എങ്കിൽ അത് ഇസ്തിഹ്സാ ആണ്. ഉലമാക്കളെ അവർ ആലിമിങ്ങളാണ് എന്നതിനാൽ കളിയാക്കുകയാണ് എങ്കിൽ, ഇൽമിന്റെ പേരിൽ കളിയാക്കുകയാണെങ്കിൽ ഇത് കുഫ്റാകുന്ന ഇസ്തിഹ്സാ ആണ്. എന്നാൽ ആ വ്യക്തിയുടെ പേരിൽ കളിയാക്കുന്നതാണെങ്കിൽ ഹറാമാണ്. പണ്ഡിതന്മാരെ കളിയാക്കാൻ പാടില്ല. പണ്ഡിതന്മാരെ ആ വ്യക്തികളെ കളിയാക്കിയാൽ ഹറാമാണ്. കാരണം അവർ ഇൽമിന്റെ അഹ്ലുകാരാണ്. അവർ ഇൽമുള്ളവരാണെന്ന് നിന്നാൽ കളിയാക്കുകയാണെങ്കിൽ അത് ഇസ്തിഹ്സാ ആണ്, കുഫറാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ദീനുമായി ബന്ധപ്പെട്ട ഒന്നിനെയും കളിയാക്കാൻ പാടില്ല, തമാശയാക്കാൻ പാടില്ല. പിന്നെ സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടാവും, പിന്നെ അള്ളാഹ് അതല്ലേ പണി, റസൂലുള്ളാഹിയുടെ ഒരു കാര്യം എന്നൊക്കെ ആയത്തു ഹദീസ് ഓതിയാൽ ആയത്തു ഹദീസൊക്കെ ഓതുന്നു, നമുക്ക് വേറൊന്നും കണ്ടിട്ടില്ല. കളിയാക്കാനുള്ളത് മുനാഫിക്കിന്റെയും കാഫിറിന്റെയും സ്വഭാവമാണ്. മുനാഫിക്കിനെ കുറിച്ചിട്ട് പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ, മുനാഫിക്കുകള് ഭൂമിയുടെ അടുക്കൽ കടന്നു പോയാൽ എന്ത് ചെയ്യും? വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ, വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ, കണ്ണിറുക്കി കളിയാക്കും അല്ലേ. എന്താണ് ഇതിന് മുമ്പ് തൊട്ടുമ്പത്തെ ആയത്ത് എന്താണ്? അല്ല, തൊട്ട് മുമ്പുള്ള ആയത്ത് ഫഖീഹീൻ കാനു ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യൽഹഖൂൻ അല്ലേ. കുറ്റവാളികൾ മുഅ്മിനീങ്ങളെ കണ്ട കളിയാക്കി ചിരിക്കും. കാനു യൽഹഖൂൻ വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ വൈദൻഖലബു ഇലാ അഹ്ലിഹിം മുൻഖലബു ഫഖീഹീൻ. അവർ വീട്ടിൽ കുടുംബത്തിൽ പോയിട്ട് നമ്മൾ നല്ല സന്തോഷത്തോടെ മുഅ്മിനീങ്ങളെ കളിയാക്കി കുടുംബത്തോട് കൂടെ സന്തോഷിച്ചിരിക്കും. അവർക്ക് ഭയങ്കര രസമാണ്, ആനന്ദമാണ് മുഅ്മിനീങ്ങളെ കളിയാക്കൽ. മാത്രമല്ല അവരെ കണ്ടാലോ അടുത്തായത് എന്താണ്? വൈദൻഖലബു ഇലാ അഹ്ലിഹിം മുൻഖലബു ഫഖീഹീൻ വൈദാ റഅഹും ഖാലു ഹൗലായി ലളാല്ലൂൻ അല്ലേ. ഇന്ന ഹൗലായി ലളാല്ലൂൻ. കണ്ടവരെ അവർക്ക് പേച്ചുപോയ ആൾക്കാരാണ്. ഈ പേച്ചുപോയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ ദീനൊക്കെ വിട്ടിട്ട് പുതിയ ദീനം കൊണ്ടുപോയ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് കളിയാക്കും. കാഫിറുകളും മുശ്രിക്കുകളും മുനാഫിക്കുകളും അവരുടെ സ്വഭാവമാണത്. അള്ളാഹു അതിന് മറുപടി കൊടുത്തുന്നല്ലേ. തിരിച്ച് നാളെ ആഖിറത്തിൽ നേരെ തിരിച്ചുണ്ടാകുക. മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? ഫൽയൗമല്ലദീന ആമനു മിനൽ കുഫാരി യൽഹഖൂൻ. നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾ കാഫിറുകളെ നോക്കി ചിരിക്കും. എന്തിനാണ്? അവർ ദുനിയാവെന്ന് കളിയാക്കിന്റെ ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഹൽ സുബിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ അല്ലേ. അലൽ അറായികി യൻദുറൂൻ ഹൽ സുബിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ. ഭയങ്കര ആയത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെയും കാഫിറുകളെയും സംബന്ധിച്ച് പറയാണ് സൂറത്തുൽ മുത്തഫിഫീനിൽ. ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യൽഹഖൂൻ. കുറ്റവാളികളായ കാഫിറുകൾ മുഅ്മിനീങ്ങളെ കണ്ടടിച്ചിരിക്കും. ഓന്റെ താടി നോക്കിയേ, ഓന്റെ ഡ്രസ്സ് നോക്കിയേ, ഓ നിസ്കാരക്കാരൻ, വലിയ നോമ്പുകാരൻ, ഭയങ്കര സലഫി, തൗഹീദ് പറഞ്ഞ് നടക്കുന്ന ആള് എന്നൊക്കെ പറഞ്ഞ കളിയാക്കും. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ. അടുക്കൽ കടന്നു പോയാൽ നോക്ക് കണ്ണിറുക്കി കാണിക്കും. വലിയ ആള്, വലിയ ആളാന്ന് വിചാരന്നുള്ളതിൽ കണ്ണിറുക്കി കാണിക്കും. വൈദൻഖലബു ഇലാ അഹ്ലിഹിം മുൻഖലബു ഫഖീഹീൻ. അവർ കുടുംബത്തിൽ പോയാൽ സന്തോഷം കൊണ്ട് കുടുംബത്തിൽ പോയിട്ട് സന്തോഷത്തിൽ കൂടിയിരിക്കും. നമ്മൾ മുഅ്മിനീങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, അവരെ പച്ചാക്കിയിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് കുടുംബത്തിന്റെ കൂടെ ഇരുന്നിട്ടാണ് കളിയാക്കുക. കണ്ടവർ വൈദാ റഅൗഹും ഖാലു ഇന്ന ഹൗലായി ലളാല്ലൂൻ. കണ്ടില്ലേ, അവരൊക്കെ പയച്ചുപോയി, നമ്മളെന്ന ശരിയായ മതം വിട്ടുപോയവർ എന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന്. ഭയങ്കര ആയത്താണ്. അള്ളാന്റെ ദീൻ മുറുകെ പിടിക്കണം, അത് ഇസ്സത്ത് കാണണം. ഈ ദാവത്ത് ഇതിന്റെ വാതിൽ ഉറച്ചു നിൽക്കണം. കാഫിറുകൾ, മുനാഫിക്കുകൾ, നിരീശ്വരവാദികൾ പലരും നമ്മളെ കളിയാക്കും, കൊന്നനം കുത്തും ഓന്റെ ദീൻ. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പലരും നമ്മളെ കളിയാക്കും. നമ്മളെ വേഷം കണ്ടിട്ട് തൊപ്പിയൊക്കെ ധരിച്ച് ഖമീസൊക്കെ ധരിച്ച് കിതാബ് എടുത്ത് നടക്കുമ്പോഴേക്കോ വലിയ കിതാബി, വലിയ ഹദീസ് പഠിക്കുന്ന ആള്, വലിയ ഖുർആൻ ഓതുന്ന ആള്,
വലിയ താടി വളർത്തി ഇതിനാണെങ്കിൽ വലിയ വസ്ത്രം ധരിക്കുന്ന ആള് റസൂലുള്ളാഹിയുടെ സുന്നത്തുകൾ ചെയ്യുമ്പോൾ ഒക്കെ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും. അള്ളാഹ് പറഞ്ഞതാണ് വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ, ഒരാൾ നോക്കാൻ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മളുടെ കുറവ് നോക്കാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ് തന്നെ പറയാണ് വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ അലൽ അറായികി യൻദുറൂൻ ഹൽ തുബിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. നാളെ പരലോകത്ത് നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് ചിരിച്ച് കളിയാക്കാം. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, തിരിച്ച് അതേപോലത്തെ മറുപടി. ഇന്ന് നമ്മളെ കളിയാക്കിയവരെയൊക്കെ നമുക്കൊരിക്കൽ കളിയാക്കാനുണ്ട്. അവരോട് പറയാനുള്ളത് നമുക്ക് അവരോട് പറയാനുള്ളത് തന്നെ അതാണ്, കളിയായിക്കോളി. നമ്മളെ താടി കണ്ടതിന്റെ പേരിൽ, വേഷം കണ്ടതിന്റെ പേരിൽ, ഈ ഇൽമും ഈ ദഅവത്തുമായിട്ട് ഇൽമിന്റെ സദസ്സിൽ കൂടിയിരിക്കുന്ന നിങ്ങൾ കളിയായിക്കോളി, ഒന്നും പ്രശ്നമില്ല. ഒരിക്കൽ തിരിച്ച് നമ്മൾ അങ്ങോട്ട് കളിയാക്കും അല്ലേ? നൂഹി പറഞ്ഞതുപോലെ ഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ അല്ലേ? നിങ്ങൾ നമ്മളെ കളിയാക്കിയതുപോലെ തിരിച്ച് നമ്മളും കളിയാക്കും. അത് ഭയങ്കര കളിയാക്കലാണ്. അതുകൊണ്ട് തന്നെ ദീൻ മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ ആര് നമ്മളെ കളിയാക്കിയാലും നമുക്ക് ഒന്നും തോന്നേണ്ടതില്ല. തിരിച്ചൊരു കളിയാക്കുന്ന ഒരു ദിവസമുണ്ട്, അള്ളാഹ് പറഞ്ഞ ദിവസം. പിന്നെ ഈ കളിയാക്കുന്നവരെ അള്ളാഹ് ഏൽപ്പിച്ചവരൊന്നല്ല, അതും അള്ളാഹ് പറയുന്നുണ്ട്. അതിന് നല്ല മറുപടിയാണ് അത്. അള്ളാഹ് പറയാണത് ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹഖൂൻ വഇദാ മർറു ബിഹിം യതഗാമസൂൻ വഇദാ ഖലബു ഇലാ അഹ്ലിഹിം മുൻഖലബു ഫകിഹീൻ വഇദാ റഅൗഹും ഖാലു ഇന്ന ഹൗലാഇ ലളാല്ലൂൻ എന്ന് പറഞ്ഞാൽ വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ. ഈ നോക്കാനൊന്നും ഓരെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, അവർക്ക് വെറുതെ നോക്കുകയാണ്, ആവശ്യമില്ല. നിങ്ങളും കാര്യമാക്കണ്ട, ഓരെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെ ശരിയും തെറ്റും നോക്കാൻ ഓരെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അവരാവശ്യമില്ലാണ്ട് നോക്കുകയാണ്, നിങ്ങൾ കാര്യമാക്കണ്ട. ഫൽയൗമല്ലദീ, അഫാക്ക് തിരിച്ച് മറുപടിയാണ്. അഫാ ഫൽയൗമല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ. അഫാ എന്താണ്? ഈ കളിയാക്കിയതിന് പകരമായി ഇന്നേ ദിവസം പരലോകത്ത് തിരിച്ചങ്ങോട്ട് മുഅ്മിനീങ്ങൾ കളിയാക്കും. അവിടെ എങ്ങനെ കളിയാക്കുക? അലൽ അറായികി, മെത്തകളിൽ, സോഫകളിൽ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും ഹൽ തുബിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. നമ്മളെ കളിയാക്കിയില്ല കുഫാറുകൾ, അതിന് തിരിച്ചവർക്ക് കിട്ടിയോ എന്ന് നോക്കിക്കൊണ്ട് കളിയാക്കും. ആ ഒരു ദിനം വിശ്വസിക്കുന്നവർ നമ്മളല്ലേ, പരലോകം വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ത്യയും മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ, ഈ ഇൽമുമായി മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ ഒരു മടിയും വേണ്ട, ഒരു നാണക്കെടും വേണ്ട. ഇതുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു ദിനം നമുക്ക് വരാനുണ്ട്. അന്ന് വരെ ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. പലരും നമ്മളെ കളിയാക്കും, പലരും നമ്മളെ ഒറ്റപ്പെടുത്തും. കുറച്ച് കളിക്കേണ്ട സമയത്ത് മറ്റേ ഇനിമ പഠിക്കുന്നു അല്ലേ, അടിച്ചു പൊളിക്കേണ്ട സമയത്ത് വെറും ഖുർആനും ഹദീസും പഠിക്കാതിരിക്കുന്നു, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും മക്കളോട് പറയുന്ന കാര്യം, പലരും നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കും. നിങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ, നിങ്ങളല്ല ഞായ, നിങ്ങളൊക്കെ ഇതിലിറങ്ങുന്ന ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരും. ഇതിന് പിന്തിരിക്കുന്ന പ്രശ്നമില്ല, ഉറച്ചു നിൽക്കുക. നമ്മൾ ഇത് കൊണ്ട് മുന്നോട്ട് പോകും. ഈ ഇൽമിന്റെ ജൈത്ത് യാത്ര, ഈ ദഅവത്തിന്റെ യാത്ര അത് മുന്നോട്ട് തുടരും. ആര് കളിയാക്കിയാലും ആര് പിന്തിരിപ്പിച്ചാലും പോകും. ദീനിന്റെ ഒരു വിഷയവും നമ്മൾ കൊച്ചായി കാണൂല. നമുക്കെല്ലാം വലിയ വിഷയങ്ങളാണ്. ചെറിയ അമല് വരെ നമുക്ക് വലിയ വിഷയമാണ്. അള്ളാഹുവിന്റെ ദീനാണത് എന്നതിനാൽ അള്ളാഹിനെയും അള്ളാഹിന്റെ ആയാത്തുകളെയും അള്ളാഹിന്റെ റസൂലിനെയാണ് നിങ്ങൾ കളിയാക്കുന്നത്. ലാ തഅ്തദിറു, കാരണം പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഈ റസൂലുള്ളാഹിയും സഹാബാക്കളെയും കളിയാക്കിയ ആൾക്കാരുണ്ടല്ലോ, ആ വ്യക്തി ഉടനെ ഓടി വന്നു റസൂലിന്റെ അടുക്കലേക്ക്, പ്രവാചകരെ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, വെറുതെ യാത്രക്ക് വെറുതെ വഴിയോരത്ത് വിശ്രമിക്കാൻ റെസ്റ്റിനോട് ഇരുന്നല്ലേ, എന്റെ മനസ്സിലൊന്നുമില്ല, കളി തമാശയായി പറഞ്ഞത് മാത്രമാണ് പ്രവാചകരെ എന്ന് പറഞ്ഞു. റസൂൽ മൈൻഡ് ആക്കിയില്ല. റസൂൽ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു, യാത്ര പുറപ്പെട്ടു. ഈ വ്യക്തി റസൂൽ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് തൂങ്ങി. റസൂലുള്ളാ ഞാൻ വെറുതെ പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതാണ്. റസൂൽ ഈ ആയത്ത് ഓതിക്കൊണ്ടേ മുന്നോട്ട് പോയി. ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഈ ആയത്ത് ഓതിക്കൊണ്ടേ പോയി. ആ സഹാബി പറയാണ്, ആ വ്യക്തിയുടെ മുട്ട് മണ്ണിൽ ഒരതുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വെലിഞ്ഞു പോവാണ്. ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് തൂങ്ങി പിടിച്ചിട്ട് റസൂൽ മൈൻഡ് ആക്കിയിട്ടില്ല. അതായത് ഉദറില്ല, അള്ളാഹിന്റെ ദീനിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തെ കളിയാക്കിയാൽ അവന് ഉദറില്ല, റസൂൽ ഉദർ കൊടുത്തില്ല. ഈമാനിക്കും, മുസ്ലിം ആയതിനു ശേഷം മുഅ്മിൻ ആയതിനു ശേഷം നിങ്ങൾ കാഫിറായിരിക്കുന്നു, കാരണം പറയണ്ട. കാരണം കളിയാക്കിയത് ആരെയാണ്? റസൂലുള്ളാഹിയും സഹാബാക്കളെയുമാണ്. എന്താ പറഞ്ഞത്? മാ റഅയ്നാ മിസ്ലഹ ഖുറായിനാ ഹൗലായി അർഗബ ബുതൂനൻ വലാ അൽ അക്ദബ അൽസുനൻ
വല അജ്ബന ഇൻദല്ലിക്ക. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനാണ് അവർ കാഫിറായത്. അപ്പോൾ ദീനിന്റെ വിഷയത്തെ കളിയാക്കുക എന്നുള്ളത് കുഫ്റാണ്, ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ.